വൈഭവ് മുറിയിലെത്തിയതും കണ്ടു ജനലരികളിൽ പിടിച്ചോണ്ട് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന പെണ്ണിനെ. അവൻ കതകടച്ചിട്ട് അവൾക്കരികെ ചെന്നു. പിന്നിൽ നിന്ന് പെണ്ണിനെ വട്ടം കെട്ടിപ്പിടിച്ചു തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ആമി, അവളുടെ കാതോരൻ ചുണ്ടു ചേർത്തവൻ വിളിച്ചു. ശിവ ഒന്നും മിണ്ടാതെ അവളുടെ തല അവന്റെ നെഞ്ചിൽ ചായ്ക്കുകയാണ് ചെയ്തത്. എന്താ എന്റെ പെണ്ണിന്റെ മനസ്സിൽ കിടന്ന് അലട്ടുന്നേ? അവളുടെ ഉള്ളറിഞ്ഞതുപോലെ അവൻ ചോദിച്ചതും ശിവ തിരിഞ്ഞ് അവന്റെ മുഖത്തേക്ക് നോക്കി. ദേ, ഇതൊന്ന് നോക്കിയേ. കയ്യിൽ മുറുക്കി പിടിച്ച ബുക്ക് അവൾ അവനെ കാണിച്ചു. വാമികയും ശിവയും രാവിലെ വായിച്ച ആ കവിത ഉള്ള മാഗസിനാണത്. ഇതിലെ ഈ കവിത എഴുതിയാൾ ദാസ്. ഇതാരാണെന്ന് ഉണ്ണിയേട്ടൻ അറിയുവോ? അവൾ ചോദിച്ചതും ഒരു ഉത്തരം പറയാനാവാതെ വൈഭവ് നിന്നു. ഈ കവിത കണ്ടപ്പോഴേ അമ്മ പാനിക്കായത്. ഈ പേര് എനിക്ക് പരിചയമുണ്ട്. അച്ഛന്റെ അലമാരയിലെ പഴയ ബുക്കുകളിലെ കവിതകളിലെ എഴുത്തുകാരന്റെ പേര് ദാസ് എന്നാ. ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് രണ്ടും ഒരാളാവണമെന്നില്ലല്ലോ പെണ്ണെ. ഇനി അങ്ങനെയാണേലും തന്നെ അതൊരു ഇൻസിഡന്റ് ആകും. ശിവയിൽ നിന്ന് നോട്ടം മാറ്റി വൈഭവ് പറഞ്ഞു. അവളുടെ മുഖത്ത് നോക്കി കള്ളം പറയാൻ അവന് കഴിയുന്നുണ്ടായിരുന്നില്ല. ഇൻസിഡന്റ് ആണെന്ന് തന്നെ വെക്കാം. പക്ഷേ ആ പഴയ മാഗസിന്റെ അവസാന പേജിലുണ്ട് ദാസ് എന്ന ആളുടെ ഫുൾ നെയിമും ഫോട്ടോയും. അത് ഞാനിപ്പോഴാ കണ്ടത്. ദാ നോക്കേട്ടാ പറഞ്ഞുകൊണ്ട് ആ പഴയ മാഗസിന്റെ അവസാന പേജ് വൈഭവിനെ തുറന്നു കാട്ടി ശിവ. അതിലെ ഫോട്ടോയും അതിനടിയിലെ പേരും കണ്ടു. എസ് മാധവൻ, ശിവദാസ് മാധവൻ. എസ് മാധവൻ എന്നറിയപ്പെടുന്ന ശിവദാസ് മാധവൻ ഇദ്ദേഹം തന്നെയാണ് എൻ്റെ അച്ഛൻ്റെ പഴയ സുഹൃത്ത്. ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛയുടെ കൂടെ നിൽക്കുന്ന ഒരു പഴയ ഫോട്ടോയിൽ. ശിവ പറഞ്ഞു നിർത്തിയതും വൈഭവ് ഇരു കണ്ണുകളും ഒന്ന് കൂട്ടിയടച്ചു തുറന്നു. ഇനി ഈ ശിവദാസ് അപ്പമ്മയും തമ്മിൽ വല്ല ബന്ധവും ഉണ്ടാകുമോ? അച്ഛയോട് ഇതിനെപ്പറ്റി ചോദിച്ചാലോ നമുക്ക്? ശിവ അവനെ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അത് ആമി. വാക്കുകൾ കിട്ടാതെ വൈഭവ് അവളോട് എന്തോ പെറുക്കി പറയാൻ തുടങ്ങവേ, അനിയേട്ടാ, ചൈത്രയുടെ ഉച്ചത്തിലുള്ള നിലവിളി താഴേന്ന് ഇരുവരും കേട്ടു. രാത്രിയിൽ സേതുവിന്റെ മുറിയിൽ വെട്ടം കണ്ട അനിത അങ്ങോട്ടേക്ക് ചെന്നതും എവിടേക്കോ പോകാനായി റെഡിയാകുന്നവനെയാണ് കണ്ടത്. നീ ഇപ്പോ ഈ സമയത്ത് ഇതെവിടെ പോകുക സേതു? ഒന്ന് ഹോസ്പിറ്റൽ വരെ പോകുവാണ്ടി. മാണിക്യമംഗലത്ത് നിന്ന് ഫോൺ ഉണ്ടായിരുന്നു. വൈഭവിന്റെ മുത്തശ്ശനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയെന്നു. അയ്യോ, അദ്ദേഹത്തിന് എന്തു പറ്റി? കുഴഞ്ഞു വീണെന്നോ മറ്റോ പറഞ്ഞു. കൂടുതൽ അറിയില്ല. ആദ്യമേനെ വിളിച്ചാ പറഞ്ഞ. ഞാനിന്ന് അവിടം വരെ പോയിട്ട് വരാം. എന്നാ ഞാനും വരട്ടെ? വേണ്ടടി, ഞാൻ ആദ്യം പോയി തിരക്കിയിട്ട് എന്തേലും ഉണ്ടെങ്കിൽ നിന്നെ വിളിക്കാം. പറഞ്ഞുകൊണ്ട് സേതു വീട്ടിൽ നിന്ന് ഇറങ്ങി. അയാളുടെ കാർ നവസിന്റെ കോമ്പൗണ്ട് കടന്ന് വെളിയിലേക്ക് പോയതും ആ വീടിന് വെളിയിൽ അയാൾക്കായി കാത്തുനിന്നിരുന്ന ഒരു വണ്ടിയും സേതുവിന്റെ കാറിനെ ലക്ഷ്യം വെച്ചു അതിന് പിന്നാലെ പോയി. ഒരിക്കൽ പാളിപ്പോയ ഒരു ദൗത്യം പൂർത്തിയാക്കാനായി. സൗപർണയിലെ ഐസിയുവിന് മുന്നിൽ എല്ലാവരും ഉണ്ടായിരുന്നു. വൈഭവ്, അനിരുദ്ധ്, സിദ്ധു, ശിവ, ചിത്തു, അപ്പു, ആദി, പിന്നെ ആര്യനും. സൗദാമിനി വാമിക്കൊപ്പം വീട്ടിൽ തന്നെയാണ്. മഹേന്ദ്രൻ ആദി പിടിച്ചതുപോലെ ഓടി അങ്ങോട്ടേക്ക് എത്തി. അനി, എന്താ മോനെ ഉണ്ടായത്? അച്ഛൻ എന്താ? അത് ചെറിയച്ച, മുത്തശ്ശന് ഒന്ന് പൊറ്റയ്ക്ക് പുറത്തേക്ക് പോയിരുന്നു കാർ എടുത്തുകൊണ്ട്. വൈകിയ തിരികെ വന്നതും ഹാളിലേക്ക് കയറും വഴി നെഞ്ചത്ത് കൈവച്ച് കുഴഞ്ഞു വീണു. ചിത്തുവാ കണ്ടത്. ഉടനെ തന്നെ ഞങ്ങൾ ഇങ്ങോട്ടെത്തിച്ചു. പിന്നെ വരും വഴി മുത്തശ്ശൻ ബ്ലഡ് ഒമിറ്റ് ചെയ്തു. അത് കേട്ടത് മഹേന്ദ്രൻ നെഞ്ചിൽ കൈവച്ചു. അറിയാവുന്നതാണ് അച്ഛന്റെ അസുഖം. ചെറിയച്ഛൻ വിഷമിക്കാതെ. വിച്ചു ഉണ്ടാകത്ത് ഐസിയുവിൽ. അവർ നോക്കട്ടെ. അനി അയാളുടെ ചുമലിൽ കൈവച്ച് ആശ്വസിപ്പിച്ചതും തല ഒന്നാട്ടി അവിടെയുള്ള കസേരയിലേക്ക് ഇരുന്നു. ശിവ, ഇവിടെ വിച്ചുവിന്റെ ക്യാബിനരികെ ഒരു പ്രൈവറ്റ് റൂം എടുത്തിട്ടുണ്ട്. നീ മുത്തശ്ശിയും കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലും. പ്രായമായ ആളല്ലേ, വന്നപ്പോ തൊട്ട് ഒരേ ഇരിപ്പ് ഇരിക്കുന്നതല്ലേ. മുത്തശ്ശന്റെ കാര്യത്തിൽ വല്ലതും അറിയുകയാണെങ്കിൽ ഞാൻ വന്ന് വിളിക്കാം നിങ്ങളെ. ആര്യം പറഞ്ഞതും ശിവ മുത്തശ്ശിയെ നോക്കി. വന്നപ്പോൾ മുതൽ ആ കസേരയിൽ തന്നെ ഇരിക്കുകയാണ്. ഒരക്ഷരം മിണ്ടുന്നില്ല. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതല്ലാതെ ഒരു ചലനം പോലുമില്ല. ശിവ ചെന്ന് മുത്തശ്ശിയെ വിളിച്ചു. വാ മുത്തശ്ശി, നമുക്ക് റൂമിലേക്ക് പോകാം. അവൾ പറഞ്ഞത് ഒരു കൊച്ചുകുട്ടി അനുസരിക്കും പോലെ തല ചെറുതായി ആട്ടി എഴുന്നേറ്റ് മുത്തശ്ശി. അവൾ അവരെ ചേർത്ത് പിടിച്ച് റൂമിലേക്ക് നടന്നു. കൂടെ ചിത്തുവും അപ്പവും പോയി. റൂമിലെത്തിയതും പയ്യെ ബെഡിലേക്ക് ഇരുന്നു മുത്തശ്ശി. അപ്പോ നീയും ചിത്തുവും പോയി കഫ്റ്റീരിയയിൽ നിന്ന് ചൂട് കോഫിയോ ടീയോ എടുത്തിട്ട് വാ. ഏട്ടത്തിയമ്മ ഇവിടെ നിൽക്കട്ടെ കുഞ്ഞേട്ടത്തി, ഞാൻ ആദ്യം കൂട്ടി പൊയ്ക്കോളാം. ശിവ പറഞ്ഞതിന് അപ്പു മറുപടി കൊടുത്തു. വേഗം റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. മുത്തശ്ശി, കുറച്ചുനേരം ഒന്ന് കിടന്നോ കേട്ടോ. അവരോട് പറഞ്ഞിട്ട് ശിവ പോകാനായി തിരിഞ്ഞതും അവളുടെ കയ്യിൽ മുത്തശ്ശിയുടെ പിടി വീണു. അവൾ തിരിഞ്ഞു നോക്കി. മോൾ അന്ന് പറഞ്ഞില്ലേ, രണ്ടമ്മമാരുടെ കണ്ണുനീർ വീണതിന്റെ ശാപമാണ് മാണിക്യമംഗലത്ത് എന്ന്. എന്നാൽ രണ്ടല്ല, കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരമ്മ കൂടിയുണ്ട് ഈ തറവാടിന്റെ അകത്തളങ്ങളിലുണ്ട്. കണ്ണുനീർ ഉണങ്ങാത്ത ഒരമ്മയുടെ വിതുമ്പൽ ഇപ്പോഴും ഈ തറവാട്ടിൽ ഉയരുന്നുണ്ട്. അവളുടെ ആ കണ്ണുനീരിന്റെ ശാപമായത്. ഇടറിയ ശബ്ദത്തോടെ മുത്തശ്ശി അവളെ നോക്കി പറഞ്ഞതും ഞെട്ടിയ മിഴികളോടെ ശിവ അവരെയും ചിത്തുവിനെയും മാറി മാറി നോക്കി. എന്റെ വാമിമോളും ഒരമ്മയാ. ജീവൻ കൊടുക്കുന്ന വേദനയിൽ ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്ത പെറ്റമ്മ. മുത്തശ്ശി പറഞ്ഞതും അവരുടെ വാക്കുകളെ വിശ്വസിക്കാനാതെ ശിവ വാ പൊത്തിപ്പോയി. ചിത്തുവിന്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. മുത്തശ്ശി, എന്തായി പറയുന്നേ? ശിവ മുത്തശ്ശിയുടെ അരികിലേക്ക് ചെന്നിരുന്ന് ചോദിച്ചു.
ചെറുപ്പം മുതലേ നൃത്തം പഠിക്കുമായിരുന്നു വാമി. മിടുക്കിയായിരുന്നു എൻ്റെ കുട്ടി. ആട്ടം, രചന, കവിത, പെയിന്റിംഗ് അങ്ങനെ കലകളോടായിരുന്നു അവൾക്ക് താല്പര്യം. +2 കഴിഞ്ഞപ്പോൾ അവളുടെ ഏറ്റവും വലിയ ഇഷ്ടമായിരുന്നു കൽക്കട്ടയിലെ കോളേജിൽ പോയി പഠിച്ച് അവിടുത്തെ ശ്രീനന്ദിനി നാട്യവിദ്യാലയത്തിൽ നിന്ന് ഡാൻസ് പഠിക്കണമെന്ന്. മഹേന്ദ്രനും വിദ്യയുമൊക്കെ അവളെ അങ്ങോട്ട് വിടുന്നത് എതിർത്തപ്പോൾ ഞാനും മാധവനും പറഞ്ഞിട്ടാ അവളെ അയച്ചത്. ജനിച്ചിട്ട് ഇന്നേവരെ ഒരു കാര്യത്തിനും വാശി പിടിച്ചിട്ടില്ലാത്ത, ഒരാഗ്രഹവും പറഞ്ഞിട്ടില്ലാത്ത എൻ്റെ കുട്ടി എന്നോട് ചോദിച്ചത് അത് മാത്രാ. അതാ അവളെ ഞാൻ അങ്ങോട്ടേക്ക് വിട്ടത്. പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ തലവര അതോടുകൂടി മാറുമെന്ന് ഞാൻ അറിഞ്ഞില്ല. മുത്തശ്ശി പറഞ്ഞുകൊണ്ടേയിരുന്നതും അവരുടെ മുഖത്തു നിന്ന് കണ്ണെടുക്കാതെയിരുന്നു ശിവയും ചിത്തുവും. അവരുടെ കോളേജിലെ അവസാന വർഷം. അപ്പോഴാണ് കുട്ടികളുടെ അച്ഛൻ്റെ ഒരു സുഹൃത്ത് വഴി അറിയുന്നത് വാമിക അവിടെ കോളേജിലുള്ള ഒരു പയ്യനുമായി സ്നേഹത്തിലാണെന്ന്. അതറിഞ്ഞ ഏട്ടൻ മഹേന്ദ്രനെ വിട്ട് അതൊന്ന് അന്വേഷിച്ചു. അപ്പോഴാ അറിഞ്ഞ ആരുമില്ലാത്ത ഒരനാഥനാണ് ആ പയ്യനെന്ന്. അത് കേട്ടതും അച്ഛനും മക്കൾക്കും ഇഷ്ടമായില്ല. വാമികയെ തിരികെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പുറപ്പെട്ടു മഹിയും അച്ഛനും. പക്ഷേ നിരാശയായിരുന്നു ഫലം. വാമിമോൾ ആ പയ്യനൊപ്പം എവിടേക്കോ പോയിരുന്നു. അവരുടെ കല്യാണം വരെ കഴിഞ്ഞുവെന്നാ അറിഞ്ഞേ. അത് കേട്ടതും കുട്ടികളുടെ അച്ഛന് സഹിച്ചില്ല. അവരെ കണ്ടെത്തി കൊല്ലാനുള്ള ദേഷ്യത്തിൽ അലഞ്ഞു അച്ഛനും മകനും കൂടി. കുറച്ചു മാസങ്ങൾ അങ്ങനെ പോയി. ഒരു ദിവസം മഹിക്ക് എങ്ങനെയോ അവരോടുള്ള സ്ഥലം പിടികിട്ടി. അന്ന് ഞാൻ അവരോട് ആവുന്നത്ര പറഞ്ഞതാണ് ഇനി അവരെ അന്വേഷിക്കേണ്ട, അതുങ്ങൾ എവിടെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന്. എന്നാൽ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും എന്നൊക്കെ പറഞ്ഞ് ശേഖരേട്ടൻ പുറപ്പെട്ടു, കൂടെ മഹിയും. അരുതാത്തതൊന്നും സംഭവിക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായില്ല. അച്ഛനും മക്കളും പോയി 6-ാം ദിവസം അവർ വാമികയുമായി മടങ്ങി വന്നു. ജീവൻ മാത്രമുള്ള ഒരു ജഡത്തിന് തുല്യമായ ഒന്നായി. അപ്പോൾ എൻ്റെ മോൾ. അന്നാ അറിഞ്ഞ വാമിക ഗർഭിണിയായിരുന്നു എന്നും അവളൊരു പെൺകുഞ്ഞിന് ജന്മവും നൽകിയിരുന്നുവെന്നും ഒക്കെ. എന്നാൽ ആ കുഞ്ഞ് ജനിച്ചപ്പോഴേ മരിച്ചു പോയിരുന്നു. അതോടെ എൻ്റെ മോളുടെ മനസ്സും അവളുടെ ശരീരത്തിൽ നിന്ന് പോയ പോലെയായി. ഏങ്ങളോടെ മുത്തശ്ശി പറഞ്ഞു നിർത്തിയതും അവരുടെ കൈക്ക് മുകളിലിരുന്ന ശിവയുടെ കൈ യാന്ത്രികമായി അവരിൽ നിന്നകന്നു. കണ്ണുകളെ എരിഞ്ഞു. നെഞ്ചു പൊട്ടി കീറും പോലെ ശിവയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അപ്പമ്മയെ വിവാഹം ചെയ്ത ആളെന്തിയെ മുത്തശ്ശി? ഇടറിയ ശബ്ദത്തോടെ അത് ചോദിച്ചത് ചിത്തു ആയിരുന്നു. അവളുടെ ചോദ്യം കേട്ടതും മുത്തശ്ശിയുടെ മുഖം കുനിഞ്ഞു. പറ മുത്തശ്ശി, അദ്ദേഹത്തിന് എന്താ പറ്റിയേ? ചിത്തു അവർക്ക് മുന്നിലേക്ക് ചെന്നു നിന്ന് ചോദിച്ചു. മുത്തശ്ശി ഇനി പറയാൻ പോകുന്നത് ഏതാണ്ട് ശിവയ്ക്ക് മനസ്സിലായിരുന്നു. ആ പയ്യൻ മരിച്ചു. കൊന്നതോ കൊല്ലിച്ചതോ എന്നൊന്നും അറിയില്ല എനിക്ക്. ആഠ്യത്തിനും അഭിമാനത്തിനും വേണ്ടി മകളുടെ താലി നേരിയതിൻ്റെ തുമ്പുകൊണ്ട് വാ പൊട്ടിക്കരഞ്ഞു മാണിക്യമംഗലത്തെ അംബിക തമ്പുരാട്ടി. ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ ശിവ പെടുന്നനെ ആ മുറി തുറന്ന് പുറത്തിറങ്ങി. ഉള്ളു പൊട്ടിപ്പോകും പോലെ തോന്നിയവളുടെ കൺമുന്നിൽ തെളിഞ്ഞു നിന്നത് മുഴുവൻ ആ പാവം അമ്മയായിരുന്നു. ഇരു കൈകൾ കൊണ്ടും വാ പൊട്ടിക്കരഞ്ഞു അവൾ. അറ്റാക്കാണ്, അതും സിവിയർ വൺ. പക്ഷേ അതിനുമപ്പുറം മറ്റൊന്നും മുത്തശ്ശനെ ബാധകമായി ബാധിച്ചിട്ടുണ്ട്, ലങ് ക്യാൻസർ. ഐസിയുവിന് വെളിയിൽ വന്ന വൈഫവ് കൂടി നിന്നവരെ നോക്കി പറഞ്ഞതും മഹേന്ദ്രനൊഴികെ ബാക്കിയുള്ളവരിലെല്ലാം ഒരു ഞെട്ടലുളവായി. മോനെ വൈഫവേ, ചികിത്സിച്ചാൽ മാറില്ലേ? വൃന്ദയാണ് അത് ചോദിച്ച്. വൃന്ദയും ഭർത്താവ് രാജീവും കാർത്തികയും പിന്നെ സ്നേഹയും അവിടെ മാധവനും എത്തിയിരുന്നു. ഇല്ല, അതിൻ്റെ സ്റ്റേജൊക്കെ കഴിഞ്ഞ്. ഇനിയൊരു ട്രീറ്റ്മെൻറ്റും ഫലമാകില്ല. മാത്രമല്ല ഇപ്പോൾ നടത്തിയ ഡയഗ്നോസിൻ്റെ ഫോളോ അപ്പ് നോക്കി പറയുകയാണെങ്കിൽ മുത്തശ്ശന് ഈ അസുഖത്തെപ്പറ്റി നേരത്തെ അറിയാം. വാട്ട്? വിച്ചു, നീ എന്തായി പറയുന്നേ? അനി ഞെട്ടൽ മാറാതെ ചോദിച്ചു. സത്യമാണ് ഏട്ടാ. വേദന വരുമ്പോൾ അത് കുറയ്ക്കാനുള്ള മരുന്ന് മുത്തശ്ശൻ കഴിക്കുന്നുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് മനസ്സിലായി. അപ്പോൾ എല്ലാം അറിഞ്ഞിട്ട് നമ്മളെ ആരെയും അച്ഛൻ ഇത് മനഃപൂർവ്വം അറിയിക്കാത്തതാണ് അല്ലേ? അങ്ങനെ പറയാനാവില്ല വല്യച്ഛ. എല്ലാം അറിയുന്ന ഒരാൾ നമ്മുടെ ഈ കൂട്ടത്തിലുണ്ടെങ്കിലോ? മാധവൻ ചോദിച്ചതിന് മറുപടിയായി കസേരയിൽ തല കുനിച്ചിരിക്കുന്ന മഹേന്ദ്രനെ നോക്കി പുച്ഛത്തോടെ വൈഭവ് പറഞ്ഞു. അവന്റെ സംസാരം കേട്ട മഹി തലയുയർത്തി നോക്കിയതും വൈഭവ് ഉൾപ്പെടെ കൂടി നിന്നവരുടെ കണ്ണുകൾ തന്നിലാണെന്ന് മനസ്സിലായി. അച്ഛനുമായി ഏറ്റവും അടുപ്പമുള്ളത് മഹേന്ദ്രനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അസുഖത്തിന്റെ കാര്യം മഹേന്ദ്രനും അറിഞ്ഞിരിക്കണമെന്ന് എല്ലാവർക്കും മനസ്സിലായി. തന്റെ ക്യാബിനിലേക്ക് ധൃതി പിടിച്ച് ഓടിച്ചെല്ലുവാണ് വൈഭവ്. ശിവയെ തിരക്കി മുത്തശ്ശിയുടെ റൂമിലെത്തിയപ്പോൾ ചിത്തുവാണ് അവൾ ഇറങ്ങിപ്പോയ കാര്യം പറഞ്ഞത്. ചിത്തുവിന്റെയും മുത്തശ്ശിയുടെയും വിഷമിച്ചിരിക്കുന്ന മുഖം കണ്ട് എന്തോ കാര്യമായി നടന്നിട്ടുണ്ട് എന്ന് അവൻ ഊഹിച്ചു. വേഗം റൂം തുറന്ന് കയറിയതും കണ്ടു മേശപ്പുറത്ത് കൈകുത്തി തലയ്ക്ക് താങ്ങി ഇരിക്കുന്നവരെ. ആമി, അവൻ വിളിച്ചതും ശബ്ദം കേട്ട് തലപൊക്കി നോക്കി ശിവ അടുത്ത സെക്കൻഡിൽ എഴുന്നേറ്റ് ഓടിച്ചെന്നവനെ പുണർന്നു. എന്താ പെണ്ണെ? നെഞ്ചിൽ മുഖമമർത്തി ഏങ്ങിക്കരയുന്നവളെ ഇറുക്കി പിടിച്ചു അവൻ ചോദിച്ചു. മുത്തശ്ശിയിൽ നിന്ന് അറിഞ്ഞതൊക്കെ ഒറ്റ ശ്വാസത്തിൽ ശിവ അവനോട് പറഞ്ഞു. വൈഭവിന്റെ നെഞ്ചിരിപ്പ് കൂടി. കാര്യങ്ങൾ ഒന്നൊന്നായി ആമി അറിഞ്ഞു തുടങ്ങി. മൂടപ്പെട്ടിരിക്കുന്ന സത്യങ്ങളെല്ലാം അവൾ അറിയാൻ ഇനി അധിക സമയമില്ല. അവന്റെ ഉള്ളിൽ ഒന്ന് പതറി. ആ പാവം എത്ര വേദനിച്ചിട്ടുണ്ടാവും. താലി കെട്ടിയ സ്വന്തം പ്രണയവും നൊന്തുപെറ്റ തൻ്റെ കുഞ്ഞും നഷ്ടപ്പെട്ട ആ അമ്മ എത്ര നൊന്നിട്ടുണ്ടാവും ഉണ്ണിയേട്ടാ.
ഓർക്കുമ്പോഴേ എൻ്റെ നെഞ്ചു പൊട്ടുക, സഹിക്കുന്നില്ല. എനിക്കുറപ്പാ ആ വീട്ടിലുള്ളവർ തന്നെയാവും അപ്പമ്മയുടെ ഭർത്താവിനെ. ദുരഭിമാനവും അധികാരവും തലയ്ക്ക് പിടിച്ച ദുഷ്ടക്കൂട്ടങ്ങളാ മാണിക്യമംഗലത്തുള്ളത്. അവർ ആവും അത് ചെയ്തത്, ഉറപ്പാ. ഉള്ളിൽ തിങ്ങി നിറഞ്ഞ വേദനയും ദേഷ്യവും വാക്കുകളാൽ അവൾ പറയുമ്പോൾ അവളുടെ ചുവന്ന കണ്ണുകളിലെ വിദ്വേഷം കണ്ട വൈഭവിന്റെ ഉള്ളൊന്ന് ആളി. എനിക്കിപ്പോ എൻ്റെ അമ്മയെ കാണണമേട്ടാ. എനിക്കിപ്പോ പോണം വീട്ടിൽ. പോകാം, നമുക്ക് പോകാം. നീ ഇങ്ങനെ പാനിക്കാവാതെ നമുക്ക് പോകാം. ഉടൽ വിറച്ച് കരയുന്ന പെണ്ണിനെ അള്ളിപ്പിടിച്ചവൻ സമാധാനത്തോടെ പറഞ്ഞു. ഞാൻ പോയി മുത്തശ്ശന്റെ കാര്യം ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ഓടി വരാം. then we can go, ഓക്കേ? അവൻ പറഞ്ഞതും ശിവ തലകുലുക്കി സമ്മതിച്ചു. അവളെ പിടിച്ച് സോഫയിലേക്ക് ഇരുത്തി അവൻ ആ മുറി വിട്ട് പുറത്തേക്ക് പോയി. വൈഭവ് പോയതും ആ റൂമിന് വെളിയിൽ കാത്തുനിന്ന സ്നേഹ വേഗം മുറിക്കുള്ളിലേക്ക് കയറി. സ്നേഹ, എന്ത് നോൺസെൻസാ നീ പറയുന്നേ? മംഗളത്തെ ഓഫീസിനുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് എൻ്റെ അച്ഛൻ എങ്ങനെയാ കാരണക്കാരനാകുന്നേ? മുന്നിൽ നിൽക്കുന്ന സ്നേഹയെ നോക്കി അരിശത്തിൽ ചീറി ശിവ. ഒന്നാമതേ വാമികയുടെ കാര്യങ്ങളെല്ലാം മുത്തശ്ശി നിന്നറിഞ്ഞിരുന്നു. ദേഷ്യവും സങ്കടവും നിറഞ്ഞ വല്ലാത്ത അവസ്ഥയിലായിരുന്നു. ശിവാമി, ഞാൻ പറയുന്നത് സത്യമാണ്. തനിക്കറിയില്ല, കുറച്ചു നാളുകളായി കാർത്തിക് തൻ്റെ അച്ഛൻ്റെ പിന്നാലെയാണ്. അവൻ്റെ കൂടെ ആനന്ദ് ഡോക്ടറുമുണ്ട്. അവർ തമ്മിൽ പലപ്പോഴായി പല ഇടത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട്. മാണിക്യമംഗലത്ത് നിന്നിറങ്ങി കഴിഞ്ഞുള്ള ഒരു ദിവസം ആനന്ദ് ഞങ്ങളുടെ ഫ്ലാറ്റിൽ വന്നപ്പോൾ അവരുടെ സംസാരം ഒളിഞ്ഞിരുന്ന് കേൾക്കുകയുണ്ടായി ഞാൻ. അന്ന് കാർത്തിക് ആനന്ദിനോട് പറയുക താൻ സേതുമാധവന്റെയും വാമിക ചിറ്റയുടെയും മകളാണെന്ന്. സ്നേഹ പറഞ്ഞതും ശിവ ഞെട്ടലോടെ അവളെ നോക്കി. മുത്തശ്ശി പറഞ്ഞതും ഇപ്പോൾ സ്നേഹ പറയുന്നതും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ അവളുടെ ഉള്ളിലിട്ട് ഉടറാൻ തുടങ്ങി. ശിവാമി, താനിപ്പോൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. എൻ്റെ വാക്കുകൾ വിശ്വസിക്കാൻ ചിലപ്പോൾ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാ ഞാനിതും കൊണ്ടാ വന്നത്. ഇതൊന്ന് കണ്ടു നോക്കൂ. കയ്യിൽ കരുതിയിരുന്ന പെൻഡ്രൈവ് ശിവയ്ക്ക് നേരെ നീട്ടി സ്നേഹ. അവളെയും ആ പെൻഡ്രൈവും ഒരു നിമിഷം നോക്കിയിട്ട് ശിവ വേഗം ആ പെൻഡ്രൈവ് വാങ്ങി. മേശയ്ക്ക് മുകളിലിരുന്ന വൈഭവിന്റെ ലാപ്ടോപ്പ് തുറന്ന് പെൻഡ്രൈവ് അതിൽ കണക്ട് ചെയ്തു. അതിലെ വീഡിയോ പ്ലേ ചെയ്യാൻ തുടങ്ങിയതും ശിവയുടെ കണ്ണുകൾ അമ്പരപ്പോടെ വിടർന്നു. സേതു മംഗളത്ത് ഗോഡൌണിന് തീ വയ്ക്കുന്ന വീഡിയോ ആണ്. ഇപ്പൊ മനസ്സിലായോ തനിക്ക് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന്? കാർത്തിക് അവന്റെ പേഴ്സണൽ ലാപ്പിൽ രഹസ്യമായി സൂക്ഷിച്ചു വെച്ചതാണ് ഇത്. അവനില്ലാത്ത സമയം നോക്കി ഞാൻ ലാപ്പിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാ. സ്നേഹ പറഞ്ഞു കഴിഞ്ഞതും തളർന്നു പോകും പോലെ ശിവ അവരുടെ ചെയറിലേക്ക് ഇരുന്നു. അവളുടെ ഇരിപ്പ് കണ്ട് സ്നേഹയ്ക്ക് വിഷമം തോന്നിയെങ്കിലും താൻ അറിഞ്ഞതെല്ലാം ശിവ അറിയണമെന്ന് അവൾക്കുണ്ടായിരുന്നു. സ്നേഹ തിരികെ പോകാനായി തിരിഞ്ഞതുമാണ് വാതുക്കൽ നിൽക്കുന്ന വൈഭവിനെ അവൾ കാണുന്നത്. അവന്റെ കണ്ണുകളുടെ കൂർമ്മമായ നോട്ടം കാണെ അകത്ത് നടന്നതൊക്കെ അവൻ കേട്ടു എന്ന് സ്നേഹയ്ക്ക് മനസ്സിലായി. പിന്നൊന്നും മിണ്ടാതെ സ്നേഹ പുറത്തേക്ക് ഇറങ്ങി. വൈഭവ് ശിവയ്ക്ക് അരികിലേക്ക് നടന്നു. ആമി. മേശയിൽ കൈകുത്തി തലയ്ക്ക് താങ്ങി കുനിഞ്ഞിരിക്കുന്നവളുടെ തോളിൽ കൈവച്ചവൻ വിളിച്ചതും പതിയെ തല പൊക്കി ശിവ അവനെ നോക്കി. എനിക്ക് എൻ്റെ അച്ഛനെ കാണണം. ചുവന്നു കലങ്ങിയ കണ്ണുകളോടെ ഉറച്ച സ്വരത്തിൽ വൈഭവിനെ നോക്കി പറഞ്ഞു ശിവ. അവളുടെ ആ കണ്ണുകളിൽ ഒരുപാട് ചോദ്യങ്ങൾ അവൻ കണ്ടു. പോകാം, അത്രയും മാത്രം പറഞ്ഞു വൈഭവ്. അതെ, അപ്പോ അവന്റെ ഉള്ളിൽ നിന്ന് പുറത്തേ വന്നുള്ളൂ എന്ന് പറയാം. കാരണം മുന്നിലോട്ട് ഇനി താൻ അഭിമുഖീകരിക്കാൻ പോകുന്നത് ഒരു വലിയ കടമ്പയാണെന്ന് അവന്റെ ഉള്ളു മൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. തറവാട്ടിൽ വാമികയുടെ മുറിയിൽ നിന്ന് ജനൽ വഴി പുറത്തേക്ക് നോക്കി നിൽക്കുവാണ് സൗദാമിനി. ആശുപത്രിയിലെ വിവരങ്ങൾ അറിയാണ്ട് അവർക്കൊരു സമാധാനവുമില്ലായിരുന്നു. മഹേന്ദ്രന്റെ ഫോണിൽ തുടരെ വിളിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് ഒരലർച്ചയോടെ ഞെട്ടി എഴുന്നേറ്റു വാമിക. അവളുടെ ശബ്ദം ആ മുറിക്കുള്ളിൽ തട്ടി പ്രതിഫലിച്ചതും ഞെട്ടിപ്പോയ സൗദാമിനി തന്റെ കാതുകളെ വിശ്വസിക്കാനാകാതെ അവളെ നോക്കി. ബെഡിൽ എഴുന്നേറ്റിരുന്ന് ഉച്ചത്തിൽ ശ്വാസം എടുത്തു വിടുവാണ് വാമിക. വാമി, മോളെ. സൗദാമിനി ഓടിച്ചെന്നവളുടെ അരികെ ഇരുന്നു. വർഷങ്ങൾക്കിപ്പുറം വാമിയുടെ ശബ്ദം കാതുകളിൽ കേട്ട അവർക്ക് വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല. വാമി, നീ ഒച്ച വെച്ചോ പെണ്ണെ. ഒന്നുകൂടെ എന്തെങ്കിലും പറയുവോ പ്ലീസ്? വാമിയെ പിടിച്ച് നിറകണ്ണുകളിൽ സന്തോഷത്തോടെ സൗദാമിനി ചോദിക്കാൻ തുടങ്ങി. എന്നാൽ വാമികയുടെ കണ്ണുകൾ അവരെ സംശയത്തിൽ നോക്കി. സൗദാമിനി എന്താ ഈ വീട്ടിൽ എന്ന പോലെ? വാമി, എന്തേലും പറ. സൗദാമിനി വീണ്ടും ചോദിച്ചത് വാമിക വെപ്രാളത്തോടെ ചുറ്റുമൊന്ന് നോക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവളുടെ കണ്ണുകളിൽ തങ്ങിയത് അവിടെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന സൗപർണികയുടെ ഫോട്ടോ ആണ്. വാമികയുമായി നിൽക്കുന്ന പഴയ ഫോട്ടോ. ചാടി എഴുന്നേറ്റവൾ ഓടിച്ചെന്ന് ആ ഫോട്ടോ എടുത്തു. സൗദാമിനിക്ക് അരികെ ചെന്ന് കൈകൾ കൊണ്ട് സൗപർണികയെ തിരക്കി. അത് കണ്ടത് സൗദാമിനി ഞെട്ടലോടെ അവളെ നോക്കി. ചേച്ചി മരിച്ചുപോയത് വാമി മറന്നോ? സൗദാമിനി ഉള്ളാലെ ചോദിച്ചു പോയി. വാമി, നിനക്കെന്താ പറ്റിയേ? നിനക്ക് ഓർമ്മയില്ലേ ചേച്ചിക്ക് എന്താ സംഭവിച്ചതെന്ന്? സൗദാമിനി വാമികയെ പിടിച്ചു ചോദിച്ചതും ഒന്നും മനസ്സിലാകാതെ വാമി അവരെ നോക്കി. ഈശ്വര, പെട്ടെന്ന് നിന്ന സന്തോഷം ഇങ്ങനെയായല്ലോ. ഇതിപ്പോ ഞാൻ എന്താ ചെയ്യുക? കുട്ടികൾ പോലുമില്ലല്ലോ ഇവിടെ. വാമികയുടെ അവസ്ഥ മനസ്സിലായ സൗദാമിനി വിഷമത്തോടെ പറഞ്ഞു. അപ്പോൾ അവരുടെ വായിൽ നിന്ന് വന്ന കുട്ടികൾ എന്ന വാക്ക് വാമികയുടെ ഉള്ളിൽ തട്ടി അവരുടെ കൈകൾ തന്റെ ഉദരത്തെ തേടിപ്പോയി.
വെപ്രാളത്തോടെ ഓർത്തുകൊണ്ട് അവൾ വയറിൽ അമർത്തി പിടിച്ച് കരയാനും ചുറ്റും നോക്കി നിലവിളിക്കാനും ഒക്കെ തുടങ്ങി. മാമിക എന്ന പെറ്റമ്മയുടെ വേദന സൗദാമിനി എന്ന പോറ്റമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. മാമി, മാമി, ഒന്നുമില്ല, ഒന്നുമില്ല പെണ്ണെ, എന്നെ നോക്ക് നീ. മാമികയെ കെട്ടിപ്പിടിച്ച് അവളോട് താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ നോക്കി സൗദാമിനി. എന്നാൽ മാമി അവളെ നോക്കി ആരെയോ തേടും പോലെ കരഞ്ഞുകൊണ്ട് കൈകളാൽ തിരക്കി. മാമി തന്റെ കുഞ്ഞിനെയാണ് അന്വേഷിക്കുന്നതെന്ന് മനസ്സിലായ സൗദാമിനിയുടെ ഹൃദയം പൊട്ടി. കുട്ടികളെ കാണിച്ചു തരാം മാമി, ഞാൻ. നിന്റെ മക്കൾ വൈഭവും ശിവമോളും ഒക്കെ ഇവിടെ. ഞാൻ കാട്ടിത്തരാം, നീ ഒന്ന് അടങ്ങ്. സൗദാമിനി അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി. എന്നാൽ സൗദാമിനിയുടെ കൈകൾ പിടിവിച്ച മാമി ആ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടി. മാമി, അവൾക്ക് പുറകെ വിളിച്ചുകൊണ്ട് സൗദാമിനിയും പോയി.